ജമ്മു കാശ്മീരിനും ഹരിയാനക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ അതിന് തയ്യാറായില്ല. BJP സർക്കാരിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന സംശയവും അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മഹാരാഷ്ട്ര BJPയെ സംബന്ധിച്ചിടത്തോളം തോൽവി ഉറപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതേസമയം ഇവിടെ ജയിക്കേണ്ടത് ഏറെ അത്യാവശ്യവുമാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടെ നിന്നും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ ചീത്തപ്പേരാണ് സമ്മാനിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും പിന്നിൽ മഹാരാഷ്ട്രയിൽ ഫിനിഷ് ചെയ്തതിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന BJPക്ക് ഒരുങ്ങാനുള്ള സമയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദാരമായ മനസ്ഥിതി കൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ഹരിയാനക്കും കാശ്മീരിനുമൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ തോൽവി BJPക്ക് ഉറപ്പായും മഹാരാഷ്ട്ര നൽകുമായിരുന്നു. ആ നാണക്കേടിൽ നിന്നാണ് BJP ഇലക്ഷൻ കമ്മീഷൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നവംബർ 2-ാം വാരം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കോൺഗ്രസ് അവസാന ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ക്യാമ്പയിനാണ് കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത്. ക്യാമ്പയിന്റെ അവസാനം അടിക്കുന്ന അടിയിൽ BJP തലകുത്തി വീഴുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അടുത്തിടെ ബോളിവുഡിൽ ഇറങ്ങി രാജ്യം മുഴുവൻ ചർച്ചയായ ലാപത്ത ലേഡീസ് സിനിമയാണ് BJPക്കെതിരെ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ പ്രയോഗിക്കുന്നത്. സ്ത്രീ സുരക്ഷയിൽ ഏകനാഥ ഷിൻഡെ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനാണ് ലാപത്ത ലേഡീസ് സിനിമയുടെ പേരിലുള്ള പ്രചരണം കോൺഗ്രസ് നടത്തുന്നത്. ലാപത്ത ലേഡീസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതിന് താഴെ ഒരു വർഷത്തിൽ കാണാതായത് 64,000 സ്ത്രീകളെ എന്ന് മറാഠിയിൽ എഴുതിയിരിക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ. മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫഡ്നാവിസ്, അജിത് പവാർ എന്നിവരുടെ മുഖങ്ങളും പോസ്റ്ററിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുമുണ്ട്. ബദ്ലാപൂരിൽ കഴിഞ്ഞ മാസം 2 സ്കൂൾ കുട്ടികൾ ലൈംഗിക പീഡനത്തിന് വിധേയരായതും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണായുധമാക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് വലിയ പരാജയമാണെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ മഹാരാഷ്ട്ര രാജ്യത്തിന് തന്നെ നാണക്കേടായെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ലാപത്ത ലേഡീസ് സ്ത്രീ ശാക്തീകരണം വിഷയമാക്കി കിരൺ റാവു സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമാണ്. സ്ത്രീകൾക്ക് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത മഹാരാഷ്ട്രയിൽ ഇതിലും മികച്ച ക്യാമ്പയിൻ BJPക്കെതിരെ കോൺഗ്രസിന് നൽകാനാവില്ല. 21 മുതൽ 65 വയസ്സ് വരെയുള്ള അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1,500 രൂപ വീതം നൽകുന്ന ലഡ്കി ബഹിൻ പദ്ധതി അടക്കം BJP മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയെന്നതാണ് അവകാശപ്പെടുന്നത്. ഈ പദ്ധതിയിൽ 1.6 കോടി സ്ത്രീകളെ ചേർത്തതായും 2.5 കോടി സ്ത്രീകൾക്ക് സഹായം എത്തിക്കുമെന്ന് ഏകനാഥ ഷിൻഡെ അടുത്തിടെ അറിയിച്ചതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസ് തിരിച്ചടിക്കുകയാണ്. സ്ത്രീകൾക്കായി പദ്ധതികൾ ആവിഷ്കരിച്ചതുകൊണ്ട് കാര്യമില്ല. പദ്ധതികൾ ഏറ്റുവാങ്ങാൻ സംസ്ഥാനത്ത് സ്ത്രീകൾ ആരെങ്കിലും ബാക്കിയാകണമെന്നും കോൺഗ്രസ് തിരിച്ചടിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കിയ മഹാവികാസ് അഘാടി സഖ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ NDA സഖ്യം പെടാപ്പാടുകൾ പിടിക്കുകയാണ്. ഇതിനിടയിലാണ് സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലേക്ക് ക്യാമ്പയിൻ മാറ്റിപ്പിടിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.